വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് കേട്ടോ. 7ാമത്തെ ചാപ്റ്ററായ മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് കുറേ ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു മധ്യകാല ഇന്ത്യനെ കുറിച്ചിട്ട് അല്ലേ. ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് കലയും സാഹിത്യവും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ കലയും സാഹിത്യമൊക്കെ കറണ്ട് അഫയേഴ്സിൽ എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ കലാ സാഹിത്യം എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാമല്ലേ, നമ്മുടെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കലയും സാഹിത്യം എന്ന് പറയുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ്. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ അത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടായിരിക്കാം ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നായിരിക്കാം ചോദിക്കുക. അപ്പം നമുക്ക് ഈ ചാപ്റ്റർ നോക്കാം. മധ്യകാല ഇന്ത്യയിൽ അല്ലേ, ഇവിടെ നോക്കി ഒരു പ്രശസ്ത ഒഡിയോ സാഹിത്യകാരിയായിട്ടുള്ള പ്രതിഭ റായി ഒരു വിവരണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് നമുക്ക് കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നത് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ പല നിറത്തിലുള്ള ശിലകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്നതാണ് കേട്ടോ. കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. നമുക്ക് വായിച്ച് നോക്കാം അല്ലേ. എന്താണ് പറയുന്നത്? AD 1246 ചന്ദ്രഭാഗ നദീമുഖത്ത് വിശ്വവിഖ്യാതമായ സൂര്യക്ഷേത്രത്തിന് അടിത്തറയിട്ടു. ദൂരെയുള്ള പർവ്വതങ്ങളിൽ നിന്ന് പലതരം കല്ലുകൾ കൊണ്ടുവന്നു. നീലഗിരിയിൽ നിന്നും ദൂരെയുള്ള നാട്ടുരാജ്യങ്ങളിൽ നിന്നും വെളുത്തതും കറുത്തതും നീല നിറത്തിലുള്ളതുമായ ശിലകളും കൊണ്ടുവന്നു. ക്ഷേത്രത്തിന് മുകളിൽ കലശം സ്ഥാപിക്കുന്നതിനായിട്ട് 25 അടി പൊക്കവും 56,000 മണ്ണ് ഭാരവുമുള്ള ശിലകൾ 100 മൈൽ ദൂരം ജലമാർഗത്തിലൂടെ കൊണ്ടുവന്ന് 200 അടി ഉയരത്തിൽ ക്ഷേത്രശില സ്ഥാപിച്ചു. 1200 ശില്പികൾ സ്വന്തം സുഖ സൗകര്യങ്ങളും ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു. കൊണാർക്കിലെ കലശം ഉറപ്പിക്കുന്നവരെ തിരിച്ചു പോവുകയിലാണ്. അവർ ഏകാഗ്രതയോടെ 12 വർഷം നിരന്തരം പണിയെടുത്തു. അപ്പോൾ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെ കുറിച്ചിട്ട് അല്ലേ, ആ നിർമ്മാണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഒഡിയ സാഹിത്യകാരിയായിട്ടുള്ള പ്രതിഭ റായി ശിലാപത്മം എന്ന് പറയുന്ന നോവലിലാണ് ഇതിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായില്ലേ, നിർമ്മാണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ പല നിറത്തിലുള്ള ശിലകളും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്നതെന്ന് മനസ്സിലായി. ഇനി കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഇമ്പോർട്ടൻ്റ് ആണ്. കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന് പുറമെ ധാരാളം നിർമ്മിതികൾ മധ്യകാല ഇന്ത്യയിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? ഇവിടെ നമ്മൾ പറഞ്ഞത് കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? മഹാബലിപുരം മഹാബലിപുരം അതുപോലെ തന്നെ പഞ്ചരത്നങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. തെക്കേ ഇന്ത്യയിലെ കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയ രാജാക്കന്മാരായിരുന്നു അല്ലേ പല്ലവന്മാർ എന്ന് പറയുന്നത്. തെക്കേ ഇന്ത്യയിലെ കാഞ്ചീപുരം ആസ്ഥാനമാക്കിയിട്ട് ഭരണം നടത്തിയിരുന്ന രാജാക്കന്മാർ ആരെയാണ്? പല്ലവന്മാരാണ്. അവരുടെ പ്രധാന തുറമുഖ നഗരമായിരുന്നു മഹാബലിപുരം എന്ന് പറയുന്നത് അവരുടെ തുറമുഖ നഗരമായിരുന്നു. പല്ലവ രാജാവായ നരസിംഹവർമ്മൻ്റെ കാലത്ത് അവിടെ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ പഞ്ചരഥങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പല്ലവ രാജാവ് ആരാണ്? നരസിംഹവർമ്മനാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് നിർമ്മിച്ച ക്ഷേത്രങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്? പഞ്ചരഥങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവയോരോന്നും ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തവയാണ്. ഇന്ത്യയുടെ പല ഭാഗത്തും ഈ രീതിയിൽ ഒറ്റക്കല്ലിൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. അപ്പോൾ എന്താണ്? ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ശില്പങ്ങളാണ്. നോക്കി മഹാബലിപുരത്തെ പഞ്ചരഥങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണ്? ഒറ്റക്കല്ലിൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചവയാണ്. മഹാരാഷ്ട്രയിലെ ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? എല്ലോറ ഗുഹക്ഷേത്രങ്ങൾ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ നമ്മൾ കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഒഡീഷയിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്? തെക്കേ ഇന്ത്യയിൽ എവിടെയാണ്? നമ്മൾ മഹാബലിപുരത്താണ് പഞ്ചരഥങ്ങളുള്ളത്. ഇനി മഹാരാഷ്ട്രയിലാണ് എവിടെയുള്ളത്? എല്ലോറ ഗുഹക്ഷേത്രങ്ങളുള്ളത് കേട്ടോ. അപ്പോൾ 6ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്താണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് കേട്ടോ. എല്ലോറ ഗുഹക്ഷേത്രം എന്ന് പറയുന്നത് ബൗദ്ധരും ജൈനറും വൈഷ്ണവരും ശൈവരും എന്നിവരുടെ ക്ഷേത്രങ്ങൾ നമുക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പം നോക്കിയല്ലോ എല്ലോറ ഗുഹക്ഷേത്രങ്ങൾ നോക്കിയേ, എല്ലോറയിലെ ഗുഹക്ഷേത്രങ്ങളാണ് കേട്ടോ. ഇതെന്നൊക്കെ പറയുന്നത് എല്ലോറയിലെ ഗുഹക്ഷേത്രങ്ങളുടെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഏതാണ്? പിൽക്കാലത്ത് ചെത്തുമിനിക്കിയ പാറകൾ ഉപയോഗിച്ച് ഉയരമേറിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന രീതി നിലവിൽ വന്നു. ഇവയിൽ ഭൂരിഭാഗവും ബഹുനില ക്ഷേത്രങ്ങളായിരുന്നു. പിന്നീട് ചെത്തുമിനിക്കിയ പാറകൾ ഉപയോഗിച്ചിട്ട് ഉയരമേറിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് നിലവിൽ വന്നത്. ഇതിൽ ഭൂരിഭാഗം എന്തായിരുന്നു? ബഹുനില ക്ഷേത്രങ്ങളായിരുന്നു. നെക്സ്റ്റ് ആണ് ആസാമിലെ കാമാഖ്യ ക്ഷേത്രവും ചോളരാജാവായ രാജരാജൻ തഞ്ചാവൂരിൽ നിർമ്മിച്ച ബൃഹദീശ്വരി ക്ഷേത്രവും ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ആദ്യം തന്നെ ക്ഷേത്രങ്ങൾ ഒറ്റക്കല്ലിൽ നിർമ്മിക്കുകയായിരുന്നു. പിന്നെ അതിനുശേഷം എന്ത് വന്നു? ഉയരമേറിയ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചില്ലേ, ചെത്തിമിനിക്കിയ പാറകളൊക്കെ ഉപയോഗിച്ചിട്ട്. അതിന് എക്സാമ്പിളാണ് ആസാമിലെ കാമാഖ്യ ക്ഷേത്രവും അതുപോലെ തന്നെ ചോളരാജാവായ രാജരാജൻ തഞ്ചാവൂരിൽ നിർമ്മിച്ച ബൃഹദീശ്വരി ക്ഷേത്രം. ബൃഹദീശ്വരി ക്ഷേത്രം എന്ന് പറയുന്നത് രാജരാജൻ തഞ്ചാവൂരിലാണ് നിർമ്മിച്ചിട്ടുള്ളത്.
കേട്ടോ. ആസാമിലെ കാമാഖ്യ ക്ഷേത്രം നൽകിയിട്ടുണ്ട് അല്ലേ, ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രവും നൽകിയിട്ടുണ്ട്. പിന്നീട് ക്ഷേത്രഭിത്തികൾ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന സമ്പ്രദായം വ്യാപകമായി. രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നിവയിലെ കഥാസന്ദർഭങ്ങളുടെ ദൃശ്യങ്ങൾ ക്ഷേത്ര ചുമരുകളിൽ കൊത്തിവെച്ചു. ഇവയ്ക്ക് പുറമെ യുദ്ധരംഗങ്ങളുടെയും നൃത്തസംഗീത രംഗങ്ങളുടെയും ശില്പങ്ങളും ക്ഷേത്രഭിത്തികളിൽ സ്ഥാനം പിടിച്ചു. അപ്പോൾ എന്താണ് ക്ഷേത്രഭിത്തികളിൽ രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നീ തുടങ്ങിയ ദൃശ്യങ്ങളൊക്കെ കൊത്തിവെക്കുന്നതായി തുടങ്ങി. ആദ്യം തന്നെ എന്താണ് ഒറ്റക്കല്ലിലൊക്കെ തീർത്തിട്ടുള്ളവയായിരുന്നു അല്ലേ. അതിനുശേഷം ഉയരമേറിയ പാറകളൊക്കെ ചെത്തിമിനിക്കിയിട്ട് ഉയരമേറിയ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. അതിനുശേഷം എന്താണ് ചെത്തുമിനിക്കിയ പണികളൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ നോക്കി രാമായണം, മഹാഭാരതമൊക്കെ ചിത്രങ്ങളിൽ വന്നു അല്ലേ. നോക്കി സംഗീതരംഗം, യുദ്ധരംഗം, നൃത്തരംഗം ഒക്കെ നൽകിയിട്ടുണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് ആണ് ക്ഷേത്രഭിത്തികളിൽ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന രീതിക്ക് ഉദാഹരണമാണ് മധ്യപ്രദേശിലെ ഖജുരാഹോ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ് ഖജുരാഹോ ക്ഷേത്രം? മധ്യപ്രദേശിലാണ് ഖജുരാഹോ ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രഭിത്തികളിലെ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് ഖജുരാഹോ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സൽത്തനത്ത് ഭരണകാലത്ത് ഇന്ത്യയിലെ ഒരു പുതിയ വാസ്തുവിദ്യാശൈലി രൂപപ്പെട്ടു. ഇതിനെയാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാശൈലി എന്നറിയപ്പെടുന്നത്. അങ്ങനെ അതിനൊക്കെ ശേഷം ഏത് കാലഘട്ടം വരെയാണ്? സൽത്തനത്ത് ഭരണകാലം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സൽത്തനത്ത് ഭരണകാലത്ത് ഇന്ത്യയിൽ ഒരു പുതിയ വാസ്തുവിദ്യാശൈലി രൂപപ്പെടാണ്. അതെന്താണ്? ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാശൈലിയാണ് അല്ലേ. നോക്കി ചിത്രങ്ങൾ നോക്കിയേ കമാൻ നൽകിയിട്ടുണ്ട്, നാഴികക്കൂട് നൽകിയിട്ടുണ്ട്, മിനാരം നൽകിയിട്ടുണ്ട് അല്ലേ. നോക്കിയേ വാസ്തുവിദ്യാരംഗത്ത് വിദഗ്ധരായവരെ തുർക്കി, പേർഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അവരോടൊപ്പം തദ്ദേശീയരായ ശില്പികൾ, തൊഴിലാളികൾ, കൽപ്പണിക്കാർ തുടങ്ങിയവരും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഇരു കൂട്ടരുടെയും ശൈലികൾ സമന്വയിച്ചാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാശൈലി രൂപപ്പെട്ടത്. ആരൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ? തുർക്കി, പേർഷ്യയിൽ നിന്നുള്ള രാജ്യങ്ങളിലുള്ള ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, രാജ്യക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ ശില്പികളും തൊഴിലാളികളും കൽപ്പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? കമാനങ്ങളും നാഴികക്കുടങ്ങളും മിനാരങ്ങളും ഈ ശൈലിയുടെ മുഖ്യ സവിശേഷതകളാണ്. അതുപോലെ തന്നെ കെട്ടിടങ്ങളിൽ അലങ്കാരത്തിന് വേണ്ടിയിട്ട് പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് അല്ലേ. നോക്കിയേ സസ്യങ്ങളുടെയും പുഷ്പങ്ങളുടെയും രൂപങ്ങളൊക്കെ കൊത്തിവെച്ചിട്ട് കണ്ടോ. പിന്നെന്താണ് പ്രത്യേകത? കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ മുതലായവ ഉപയോഗിച്ചിട്ടുണ്ട്. കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് എന്തൊക്കെ ഉപയോഗിച്ചു? കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ എന്നിവ ഉപയോഗിച്ചു. നിർമ്മിതികളോട് ചേർന്ന് വിശാലമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി. ഇങ്ങനെ വാസ്തുവിദ്യാശൈലിയിൽ പണിതീർത്ത ആദ്യത്തെ നിർമ്മിതിയാണ് കുത്തബ് മിനാർ എന്ന് പറയുന്നത്. നോക്കിയേ കുത്തബ് മിനാർ നൽകിയിട്ടുണ്ടല്ലേ. ഈ കുത്തബ് മിനാർ ആരാണ് പണിതത്? കുത്തബുദ്ദീൻ ഐബക്കാണ്. സൽത്തനത്ത് സ്ഥാപകനായിരുന്ന കുത്തുബുദ്ദീൻ ഐബക്കാണ് കുത്തുബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ഇൽത്തുമിഷാണ് പക്ഷേ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ആരംഭിച്ചത് കുത്തുബുദ്ദീൻ ഐബക്കായിരുന്നുവെങ്കിലും ആരാണ്? ഇൽത്തുമിഷാണ് അതിനുശേഷം അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഉയരമുള്ള ഗോപുരവും ഗോപുരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ബാൽക്കണികളും ഇതിൻ്റെ സവിശേഷതകളാണ് അല്ലേ. നോക്കിയേ ഉയരമുള്ള ഗോപുരമാണ്. അതുപോലെ തന്നെ പുറത്തുനിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോപുരത്തിൽ നിന്നും തള്ളി നിൽക്കുന്ന ബാൽക്കണികളും കാണാനായിട്ട് പറ്റും. മുഗൾ കാലഘട്ടത്തിൽ ഇൻഡോ ഇസ്ലാമിക് ശൈലി കൂടുതൽ പ്രചാരം നേടി. മുഗൾ രാജാക്കന്മാർ ഈ ശൈലിയിൽ നിരവധി കോട്ടകൾ, ആരാധനാലയങ്ങൾ, ശവകുടീരങ്ങൾ മുതലായവ നിർമ്മിച്ചു. അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. അങ്ങനെ എന്താണ് പറയുന്നത്? ഇൻഡോ ഇസ്ലാമിക് ശൈലി ഭയങ്കര ഫേമസ് ആയി. അതിനുശേഷം കുറേ എന്താണ് ശവകുടീരങ്ങൾ വരെ അല്ലേ, ആരാധനാലയങ്ങളും ശവകുടീരങ്ങൾ വരെയാണ് ഇതിൽ പണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഹുമയൂണിൻ്റെ ശവകുടീരം ഈ ശൈലിയിൽ നിർമ്മിച്ചതാണ്. ആരാണ് ഡൽഹിയിലെ ആരുടെ ശവകുടീരമാണ്? ഹുമയൂണിലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അക്ബർ, ജഹാംഗീർ, ബാബറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഹുമയൂണിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഹുമയൂണിൻ്റെ ശവകുടീരം എങ്ങനെ നിർമ്മിച്ചതാണ്? ഇൻഡോ ഇസ്ലാമിക് ശൈലിയിൽ നിർമ്മിച്ചതായിരുന്നു. മനോഹരമായ പൂന്തോട്ടത്തിൻ്റെ മധ്യഭാഗത്താണ് ഈ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? മനോഹരമായ പൂന്തോട്ടത്തിൻ്റെ മധ്യഭാഗത്താണ് ഈ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ചുവന്ന മണൽക്കല്ലും വെണ്ണക്കല്ലും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് മാതൃകയാക്കിയതാണ് ഈ സ്മാരകത്തെയാണല്ലേ, ഹുമയൂണിൻ്റെ ശവകുടീരത്തെയാണ്. താജ്മഹലിൻ്റെ വരെ നിർമ്മാണത്തിന് കാരണമായതൊക്കെ ഇങ്ങനത്തെ ഇതിൽ നിന്ന് കോപ്പി അടിച്ചാണല്ലേ. ഹുമയൂണിൻ്റെ ശവകുടീരം എവിടെയാണ്? ഡൽഹിയിലാണല്ലേ ഹുമയൂണിൻ്റെ ശവകുടീരം എന്ന് പറയുന്നത്. അപ്പോൾ പിക്ചർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ താജ്മഹലിനെ കുറിച്ച് പറയാലോ. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ പത്നി മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആഗ്രയിൽ നിർമ്മിച്ച താജ്മഹൽ ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അപ്പോൾ താജ്മഹൽ എന്ന് പറയുന്നത് ഇൻഡോ ഇസ്ലാമിക് ശൈലിയാണല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഹുമയൂണിൻ്റെ ശവകുടീരം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ താജ്മഹൽ എന്ന് പറയുന്നതൊക്കെ ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ആരാണ്? മുഗൾ
ചക്രവർത്തിയായ ഷാജഹാനെ പത്നിയായ മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കാണ് ആഗ്രയിലാണ് നിർമ്മിച്ചത് അല്ലേ. നോക്കിയോക്കിയേ, താജ്മഹൽ നൽകിയിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ നിർമ്മാണത്തിന് വെള്ള മാർബിളാണ് ഉപയോഗിച്ചത്. വെള്ള മാർബിളാണ് ഇതിന് ഉപയോഗിച്ചത്. നെക്സ്റ്റ് പറയുന്നത് നോക്കിയോക്കിയേ. നെക്സ്റ്റ് ചെങ്കോട്ടയുടെ ചിത്രം നൽകിയിട്ടുണ്ട് അല്ലേ. ചെങ്കോട്ട എന്ന് പറയുന്നത് എന്താണ്? ഡൽഹിയിലെ ചെങ്കോട്ട ചിത്രത്തിന് നൽകിയിട്ടുണ്ട് അല്ലേ. എന്തുകൊണ്ടായിരിക്കാം ചെങ്കോട്ട എന്ന പേര് നൽകിയിട്ടുണ്ടായിരിക്കുക? ചുവന്ന കല്ലുകൾ ഉപയോഗിച്ച കാരണമായിരിക്കും അല്ലേ. മുഗൾ ഭരണകാലത്തെ ഈ കോട്ടകളിൽ പ്രധാനപ്പെട്ടതാണിത്. പൂർണ്ണമായും ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ടാണ് ചെങ്കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഇന്തോ ഇസ്ലാമിക് ശൈലിയിലുള്ള മറ്റൊരു നിർമ്മിതിയാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്തോ ഇസ്ലാമിക് ശൈലിയിലുള്ള വേറൊരെണ്ണം ഏതാണ്? ഡൽഹിയിലെ ജുമാ മസ്ജിദ് ആണല്ലേ. അപ്പോൾ നമ്മൾ ചെങ്കോട്ട പറഞ്ഞു, പിന്നെ എന്തൊക്കെ പറഞ്ഞു? താജ്മഹൽ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഓരോ പറഞ്ഞു ഹുമയൂണിൻ്റെ ശവകുടീരം എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഇന്തോ ഇസ്ലാമിക് ശൈലിയിൽ വന്നാന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഡൽഹിയിലെ ജുമാ മസ്ജിദിലെ മാർബിളും ചുവന്ന കല്ലുകളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. നോക്കിയേ, ജുമാ മസ്ജിദ് നൽകിയിട്ടുണ്ടല്ലേ. ബാമി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ച ഗോൾ ഗുംബസ് അല്ലെങ്കിൽ ബിജാപ്പൂരിലെ ഗോൾ ഗുംബസ്, ബിജാപ്പൂർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗോൾ ഗുംബസ്, ബിജാപ്പൂർ എന്നറിയപ്പെടുന്ന ഗോൾ ഗുംബസ് കേട്ടോ. കുത്തബ് ഷാഹി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ച ചാർ മിനാർ എന്നിവയും ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഗോൾ ഗുംബസ് ബിജാപ്പൂരിലുള്ളതും അതുപോലെ തന്നെ കുത്തബ് ഷാഹി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ചതാണ് ചാർ മിനാർ ഹൈദരാബാദിലാണ്. ഇതും ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ നോക്കി ചിത്രങ്ങൾ നോക്കി. ബൃഹദീശ്വരി ക്ഷേത്രം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുത്തബ് മിനാർ നൽകിയിട്ടുണ്ട്. താജ്മഹൽ നൽകിയിട്ടുണ്ട്. ചെങ്കോട്ട, അതുപോലെ തന്നെ ഡൽഹിയിലെ ഹുമയൂണിൻ്റെ ശവകുടീരം നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല ഇതും നൽകിയിട്ട് നമ്മൾ ഈ പറഞ്ഞതൊക്കെ ഒരു ടേബിൾ ആക്കാനുണ്ടോ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയുന്നില്ല. ഇനി അക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ വിജയനഗര രാജാക്കന്മാർ നിർമ്മിച്ച പ്രധാന ക്ഷേത്രങ്ങളായിരുന്നു വിട്ടല സ്വാമി ക്ഷേത്രവും അതുപോലെ തന്നെ ഹസാര രാമ ക്ഷേത്രവും. ആരാണ്? ദക്ഷിണേന്ത്യയിലെ വിജയനഗര രാജാക്കന്മാർ നിർമ്മിച്ച പ്രധാന ക്ഷേത്രങ്ങളായിരുന്നു വിട്ടല സ്വാമി ക്ഷേത്രവും ഹസാര രാമക്ഷേത്രവും. അപ്പോൾ എന്തൊക്കെയായിരിക്കും അതിൽ നിന്ന് വ്യത്യാസം? നമ്മൾ ഇത്ര നേരം വരെ കണ്ടതിൽ നിന്ന് എന്തായിരുന്നു വ്യത്യാസം എന്ന് പറയുന്നത്? ഇവ പാറകൾ ചുറ്റുമിനിക്ക് നിർമ്മിച്ച ബഹുനില ക്ഷേത്രങ്ങളാണ്. ബഹുനില ക്ഷേത്രങ്ങളിലെ നോക്കിയേ, ബഹുനില ക്ഷേത്രങ്ങളാണ്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളോട് ചേർന്ന് മണ്ഡപങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അലങ്കാര പണികളുള്ള തൂണുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ വിപുലപ്പെടുത്തിയിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഒരു പുതിയ വാസ്തുവിദ്യാ ശൈലി ഇന്ത്യയിൽ പരിചയപ്പെടുത്താണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം വരെ ഓരോരുത്തരുടെ ക്ഷേത്രങ്ങൾ പറഞ്ഞു അല്ലേ, നമ്മൾ ഓരോ വാസ്തുവിദ്യാ ശൈലികൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോർച്ചുഗീസുകാരുടെയാണ്. പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഒരു പുതിയ വാസ്തുവിദ്യാ ശൈലിനെയാണ് ഗോതിക് ശൈലി എന്ന് പറയുന്നത്. ഈ ഗോതിക് ശൈലിയിൽ എന്താണ് പ്രത്യേകത? കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളും ഇതിൻ്റെ മുഖ്യ സവിശേഷതകളാണ്. കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളും ഇതിൻ്റെ മുഖ്യ സവിശേഷതകളാണ്. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും ഗോവയിലെ ബോം ജീസസ് പള്ളിയും ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും അതുപോലെ തന്നെ ഗോവയിലെ ബോം ജീസസ് പള്ളിയും എന്താണ്? ഇതിന് ഉദാഹരണങ്ങളാണ് അല്ലേ. എന്തിന് ഉദാഹരണങ്ങളാണ്? ഗോതിക് ശൈലിക്ക് ഉദാഹരണങ്ങളാണ്. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും അതുപോലെ തന്നെ എന്താണ്? ബോം ജീസസ് പള്ളി. എന്താണ് ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത്? എന്താണ്? കൂർത്ത ഗോപുരങ്ങളിൽ നോക്കിയേ, കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ കാണിച്ചിട്ടുണ്ടല്ലേ കൂർത്ത ഗോപുരങ്ങളും അതുപോലെ തന്നെ കമാനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. മുകളിൽ ചർച്ച ചെയ്ത വാസ്തുവിദ്യാ ശൈലികളുള്ള നിർമ്മിതികൾ ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയതയുടെയും വൈവിധ്യത്തിൻ്റെയും പ്രത്യേകങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, വാസ്തുവിദ്യാ ശൈലിനെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ളത് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് സംഗീതമാണ്. സംഗീതവും ചിത്രകലയും. വാസ്തുവിദ്യ കൂടാതെ മധ്യകാല ഇന്ത്യയിൽ സംഗീത രംഗവും അഭിവൃദ്ധി പ്രാപിച്ചു. ദക്ഷിണേന്ത്യയിൽ കർണാടക സംഗീതം കൂടുതൽ വികാസം പ്രാപിച്ചു. കർണാടക സംഗീതത്തിലെ ശ്രദ്ധേയനായിരുന്നു പുരന്ദരദാസൻ. അപ്പോൾ പുരന്ദരദാസനായിരുന്നു കർണാടക സംഗീതത്തിലെ ശ്രദ്ധേയൻ. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായിട്ട് പുതിയൊരു സംഗീത ശൈലി രൂപപ്പെടാണ്. ഏതാണ്? ഹിന്ദുസ്ഥാനി സംഗീതം. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായിട്ട് പുതിയൊരു സംഗീത ശൈലി രൂപപ്പെട്ടു. ഇതിനെയാണ് ഹിന്ദുസ്ഥാനി സംഗീതം എന്നറിയപ്പെടുന്നത്. അമീർ ഖുസ്രു, താൻസൻ തുടങ്ങിയവർ അക്കാലത്തെ ശ്രദ്ധേയരായ സംഗീതജ്ഞരാണ്. ആരൊക്കെയാണ്? അമീർ ഖുസ്രു, താൻസൻ തുടങ്ങിയവർ അന്നത്തെ കാലത്തെ ശ്രദ്ധേയരായിട്ടുള്ള സംഗീതജ്ഞന്മാരായിരുന്നു. ഖവ്വാലി എന്ന സംഗീത രൂപപ്പെടുന്നവരാണ് ഇക്കാലത്താണ് കേട്ടോ. അപ്പോൾ ഖവ്വാലി എന്ന് പറയുമ്പോൾ ആരുടെയാണെന്ന് ചോദിച്ചാൽ അമീർ ഖുസ്രുവിൻ്റെയാണ്. അമീർ ഖുസ്രുവിൻ്റെ ഖവ്വാലിയാണ് കൂടുതൽ ഫേമസ്. നിരവധി പുതിയ സംഗീതോപകരണങ്ങൾ ഇക്കാലഘട്ടത്തിൽ രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു. തബല, സിത്താർ എന്നിവയ്ക്ക് ഇതിന് ഉദാഹരണങ്ങളാണ്.
സംഗീതത്തിൽ എന്ന പോലെ ചിത്രകലയിലും മധ്യകാലഘട്ടത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നോക്കി, ഖവ്വാലിനെ കുറിച്ച് നൽകിയിട്ടുണ്ട് അല്ലേ. സൂഫി വര്യന്മാർ താമസിച്ചിരുന്ന ഗാൻഗകളിൽ രൂപപ്പെട്ട ഒരു സംഗീത രൂപമാണ് ഖവ്വാലി എന്ന് പറയുന്നത്. സൂഫി വര്യന്മാർ താമസിച്ചിരുന്ന ഗാൻഗകളിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു സംഗീത രൂപമായിരുന്നു ഖവ്വാലി. ഉറുദു ഭാഷയിൽ രചിക്കപ്പെട്ട ഭക്തിഗീതങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചടുലമായ താളക്രമത്തിൽ ആലപിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഉറുദു ഭാഷയിൽ രചിക്കപ്പെട്ട ഭക്തിഗീതങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചടുലമായ താളക്രമത്തിൽ ആലപിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ഖവ്വാലി സംഗീതം എന്ന് പറയുന്നത്. ആരുടെയാണ്? സൂഫി വര്യന്മാരാണ് അല്ലേ. സൂഫി വര്യന്മാരാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇനി നോക്കി, മുഗൾ ചിത്രകലയിൽ നൽകിയിട്ടുണ്ട് അല്ലേ. ഫോട്ടോസൊക്കെ നൽകിയിട്ടുണ്ട്. ബൈബിളിൻ്റെ സന്ദർഭം, അതുപോലെ തന്നെ ഇതാണ് കൊട്ടാര ദൃശ്യം, രാമായണത്തിലെ സന്ദർഭം, അതുപോലെ തന്നെ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ. അക്കാലത്ത് ചിത്രരചനയ്ക്ക് സ്വീകരിച്ച ആശയങ്ങളാണ് നൽകിയിട്ടുണ്ട്. നോക്കി, എന്തൊക്കെ ആശയങ്ങളായിരുന്നു? രാമായണം, ബൈബിൾ, കൊട്ടാര ജീവിതം, പ്രകൃതി ദൃശ്യങ്ങൾ തുടങ്ങിയവയായിരുന്നു അന്നത്തെ കാലത്തിലെ ചിത്രങ്ങളിലെ പ്രമേയങ്ങൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് സാഹിത്യമാണ്. മധ്യകാല ഇന്ത്യയിലെ വാസ്തുവിദ്യ, സംഗീതം, ചിത്രകല എന്നീ മേഖലകളിലുണ്ടായ വികാസം പോലെ സാഹിത്യവും പുരോഗതി നേടിയിരുന്നു. മധ്യകാലത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ട ഭക്തി പ്രസ്ഥാനം, അതുപോലെ തന്നെ സൂഫി പ്രസ്ഥാനമൊക്കെ ഇക്കാലത്ത് സാഹിത്യത്തിൻ്റെ പുരോഗതിയിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നു. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വരവ് വിവിധ പ്രാദേശിക ഭാഷകൾക്ക് ഉണർവേകി. അതാണ്ടോ ഇനി പറഞ്ഞു വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഷയെ കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. ഭക്തി പ്രസ്ഥാനത്തിലെ കവികളെല്ലാം സാധാരണക്കാരൻ്റെ ഭാഷയിലായിരുന്നു കവിതകൾ രചിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് സഹായകമായിരുന്നു. അപ്പോൾ ഏതൊക്കെയായിരുന്നു ഭാഷകൾ? മലയാളം, തെലുങ്ക്, കന്നഡ, മറാത്തി, ഹിന്ദി, ബംഗാളി, ഗുജറാത്ത്. ഹിന്ദി, ബംഗാളി, ഗുജറാത്ത്. മലയാളം, തെലുങ്ക്, കന്നഡ, മറാത്തി, ഹിന്ദി, ബംഗാളി, ഗുജറാത്ത്. ഇനി എന്താണ് ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത്? ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും അടിസ്ഥാനമാക്കി ദക്ഷിണേന്ത്യയിൽ രൂപം കൊണ്ടതാണ് ഭക്തി പ്രസ്ഥാനം. ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന് ആരൊക്കെയാണ്? 2 വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. നായനാർമാരും അതുപോലെ തന്നെ ആഴ്വാർമാരും. നായനാർമാർ എന്ന് വെച്ചാൽ ശിവഭക്തരായിരുന്നു. ആഴ്വാർമാർ വിഷ്ണു ഭക്തരായിരുന്നു. 14ാം നൂറ്റാണ്ടോടെ ഈ ആശയം ഉത്തരേന്ത്യയിലേക്ക് വ്യാപിച്ചു. ഗുരുനാനാക്ക്, കബീർദാസ്, തുളസീദാസ്, സൂർദാസ്, തുക്കാറാം, മീരാബായി, ചൈതന്യ തുടങ്ങിയവരായിരുന്നു ഉത്തരേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രചാരകർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഭക്തി പ്രസ്ഥാനം എന്ന് വെച്ചാൽ ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും അടിസ്ഥാനമാക്കിയിട്ട് ദക്ഷിണേന്ത്യയിൽ രൂപം കൊണ്ടതായിരുന്നു ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന ആരൊക്കെയായിരുന്നു? നായനാർമാരും ആഴ്വാർമാരായിരുന്നു. നായനാർമാർ എന്ന് വെച്ചാൽ ദൈവത്തോടുള്ള സ്നേഹവും, അതുപോലെ തന്നെ ആഴ്വാനാർമാർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആഴ്വാനാർമാർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? വിഷ്ണു ഭക്തരുമായിട്ടുള്ള അല്ലേ, വിഷ്ണു ഭക്തരുമായിരുന്നു. അതുപോലെ തന്നെ ആ സമയത്ത് ഗുരു നാനാക്ക്, കബീർദാസ്, തുളസീദാസ്, സൂർദാസ്, തുക്കാറാം, മീരാബായി, ചൈതന്യ തുടങ്ങിയവരൊക്കെ ആ സമയത്തെ പ്രധാന പ്രചാരകരായിരുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് സൂഫി പ്രസ്ഥാനമാണ്. സൂഫി പ്രസ്ഥാനം എന്താണ്? സൂഫി പ്രസ്ഥാനം ആഡംബര ജീവിതത്തെ എതിർക്കുകയും ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തവരായിരുന്നു സൂഫികൾ എന്ന് പറയുന്നത്. സൂഫ് എന്ന് പറയുന്ന അറബി വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി, നിസാമുദ്ദീൻ ഔലിയ തുടങ്ങിയവർ സൂഫി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരായിരുന്നു. ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി, നിസാമുദ്ദീൻ ഔലിയ. സൂഫി പ്രസ്ഥാനം എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആത്മീയമല്ലേ, ആഡംബര ജീവിതത്തെ എതിർത്ത് ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകിയവരായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണല്ലേ ഈ 2 പ്രസ്ഥാനങ്ങളാണ് അക്കാലത്ത് സാഹിത്യത്തിൻ്റെ പുരോഗതിയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ പ്രകാരം പല പ്രാദേശിക ഭാഷകൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇനിയാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം വരുന്നത്. ഇനിയാണ് ഇതെന്തായാലും പഠിച്ചു വെക്കേണ്ട ഭാഗമാണ്. നമുക്ക് നോക്കാം. പ്രാദേശിക ഭാഷകളും കൃതികളും പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ അധ്യാത്മ രാമായണം എഴുതിയതാരാണ്? എഴുത്തച്ഛനാണ് അല്ലേ. മലയാളത്തിൽ അധ്യാത്മ രാമായണം എഴുതിയത് എഴുത്തച്ഛനാണ്. പഠിച്ചു വയ്ക്കുക. മലയാളത്തിലാണ് അധ്യാത്മ രാമായണം എഴുത്തച്ഛൻ എഴുതി. അതുപോലെ തന്നെ ഹിന്ദിയിലാണ് രാമചരിതമാനസം തുളസീദാസ് എഴുതി. തുളസീദാസ് ഹിന്ദിയിൽ രാമചരിതമാനസം എഴുതി. ഇനി കന്നഡയിൽ ആരാണ്? പമ്പ എഴുതിയെന്താണ്? വിക്രമാർജുന വിജയം അല്ലെങ്കിൽ പമ്പാ ഭാരതം എഴുതിയിട്ടുള്ളത് പമ്പയായിരുന്നു. ഇനി മറാത്തിയിൽ എന്തായിരുന്നു? മറാത്തി ഭാഗവതം ഏകനാഥാണ് മറാത്തി ഭാഗവതം എഴുതിയത്. പ്രേമാനന്ദ ഗുജറാത്തി ഭാഗവതം എഴുതി. പ്രേമാനന്ദയാണ് ഗുജറാത്തി ഭാഗവതം എഴുതിയത്. കൃതിവാസ ബംഗാളി രാമായണം ബംഗാളിയാണ്. അപ്പോൾ അതിലൊക്കെ പേരുകളുള്ള കാരണം നമുക്ക് ഏത് ഭാഷയെന്ന് പഠിച്ചു വെക്കേണ്ട കാര്യമില്ല അല്ലേ, പെട്ടെന്ന് കിട്ടും. പക്ഷേ ഏകനാഥാണ് മറാത്തി ഭാഗവതം, പ്രേമാനന്ദ ഗുജറാത്തി ഭാഗവതം, കൃതിവാസ
കൃതിവാസ ബംഗാളി രാമായണം എന്ന് പഠിച്ചു വയ്ക്കാം. അതുപോലെ തന്നെ എന്താണ് തെലുങ്കിൽ മഹാഭാരതം നന്നയ്യാണ് എഴുതിയത്. നന്നയ്യാണ് തെലുങ്കിൽ മഹാഭാരതം എഴുതിയത്. അതുപോലെ തന്നെ ഒഡിയ മഹാഭാരതം എഴുതിയത് ആരാണ്? സരളാദാസാണ് ഒഡിയയിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മലയാളം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതി. അതുപോലെ തന്നെ ഹിന്ദിയിലെ രാമചരിതമാനസം തുളസീദാസ് എഴുതി. കന്നഡ വിക്രമാർജുന വിജയം പമ്പ എഴുതി. മറാത്തി ഭാഗവതം മേഘനാഥ് എഴുതി. ഗുജറാത്തി ഭാഗവതം പ്രേമാനന്ദ് എഴുതി. ബംഗാളി രാമായണം കൃതിവാസ. അതുപോലെ തന്നെ ഒഡിയ മഹാഭാരതം സരളദാസ്. തെലുങ്ക് മഹാഭാരതം നന്നയ. ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വയ്ക്കാം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അപ്പോൾ ഇത്ര തന്നെയുണ്ട്. ഇവിടെ വീണ്ടും അത് എഴുതി വയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. സൂഫി പ്രസ്ഥാനം ഉറുദു ഭാഷയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചു. അറബി, പേർഷ്യൻ എന്നീ ഭാഷകളും ഇന്ത്യൻ പ്രകൃതി ഭാഷകളായ ഗഡിബോലി, ബ്രിജ് മുതലായവയും കൂടി ചേർന്നിട്ടുണ്ടായിരുന്നു ഉറുദു ഭാഷ എന്ന് പറയുന്നത്. ഉറുദു ഭാഷ എങ്ങനെയാണ്? അറബിയും പേർഷ്യൻ ഭാഷയും കൂടി മിക്സ്ഡാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രാകൃത ഭാഷകളായിട്ടുള്ള ഗഡിബോലിയും ബ്രിഡ്ജും കൂടെ കൂടിയിട്ടാണ് ഉറുദു ഭാഷ ഉണ്ടായത്. മധ്യകാലഘട്ടത്തിൽ നിരവധി കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. മുഗൾ ചക്രവർത്തി അക്ബറുടെ കാലത്ത് തർജ്ജമയ്ക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ പ്രവർത്തിച്ചിരുന്നു. അക്കാലത്ത് രാമായണവും മഹാഭാരതവും ഉൾപ്പെടെ അനേകം സംസ്കൃത കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. ഉപനിഷത്തുകളും അഥർവവേദവും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ ദാരാഷുക്കോ ആണ്. ദാരാഷുക്ക എന്ന് പറയുന്നത് ഷാജഹാൻ ചക്രവർത്തിയുടെ മകനാണ്. ഏതൊക്കെയാണ് ഉപനിഷത്തുകളും അഥർവവേദവും പേർഷ്യൻ ഭാഷയിലേക്ക്? ഉപനിഷത്തും അതുപോലെ തന്നെ എന്താണ് അഥർവവേദവും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ ദാരുഷോക്കാണ്. ഇനി ഇന്ത്യയുടെ സംസ്കാരവും വിജ്ഞാനവും അന്യദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതിൽ പരഭാഷികൾക്ക് പ്രധാന പങ്കുണ്ടായിരുന്നു. പുറനാടുകളുമായിട്ടുള്ള സാംസ്കാരിക വിനിമയത്തിന് ഇത് വഴിയൊരുക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞത്? ക്ഷേത്ര നിർമ്മാണ രീതികൾ പറഞ്ഞു. അതുപോലെ തന്നെ സൽത്തനത്ത് മുഗൾ വാസ്തുവിദ്യാ രീതി പറഞ്ഞു. അല്ലേ? ഇന്ത്യ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതി പറഞ്ഞു. പിന്നെ ചിത്രം, സംഗീതം, സാഹിത്യം എന്നിവയൊക്കെ പറഞ്ഞു. അല്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണോ ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകൾ അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം.